ഇന്നത്തേത് ഒരു കുഞ്ഞു ട്രിപ്പാണ് ടു കൊച്ചി. നമ്മൾ പെമ്പിള്ളേർ മാത്രം. വീഡിയോ എടുത്ത് കഴിഞ്ഞിരുന്നു, പക്ഷെ അത് ഓണാക്കാൻ പോയി. നമ്മൾ കുറേ ഡയലോഗ് പറഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ് കൊച്ചി. ഈനെവിടെയും കാണാണ്ട് ഇവളെ കാണാണ്ട് തിരിച്ചു വരണേന്ന് നമുക്ക് നമ്മളെ ഗൈഡ്. അതെ, ഷീക കേറിക്കോന്ന് പറയുമ്പോൾ നമ്മള് കേറി. എന്നോട് ഏട്ടൻ പറഞ്ഞിട്ട് വരുന്ന രാടിയിൽ ഇട്ടിട്ട് വരാൻ ശ്രദ്ധിച്ചു വരുന്നത്. ഇവരെ വലിയ വിശ്വാസമില്ല. അപ്പോൾ നമ്മൾ വന്ദേ ഭാരതിന് വെയിറ്റ് ചെയ്യാണ്. കണ്ണൂരാണ് അത്. നമുക്കിനി നമ്മളെ ഫസ്റ്റ് വന്ദേ ഭാരത് ട്രെയിനിൽ നിന്നുള്ള വ്യൂ കാണാം. ഇവിടെ നടന്നിട്ട് കാണിച്ചു തുടങ്ങി. അതെ അതെ അതെ. ഇവിടെ ORS കുടിച്ച് ഇവർക്ക് വന്ദേ ഭാരത് തുടങ്ങിയ മുതൽ നമ്മളെപ്പോഴും പോകാൻ വേണ്ടി ഒരുപാടായി നമ്മൾ ട്രൈ ചെയ്യുന്നു. ബട്ട് എല്ലാം കൂടി ഇപ്പോഴാണ് ടൈം, നമുക്കാണ് അത് ഒത്തു വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ പോകാനാണ് ഒത്തു വന്നിട്ടുള്ളത്. അത് അടിപൊളിയായിരുന്നു. നമ്മൾ മൂന്നാളും മാത്രമായിട്ടുള്ളത്. കൊച്ചിക്ക് കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് നമ്മൾ 3 പേരും കൂടെ ഇങ്ങനെ പോകുന്നത്. ആൻഡ് നമ്മൾ സ്റ്റേ വരുന്നത് നമ്മുടെ മാളുവിൻ്റെ കസിൻ കുക്കുവിൻ്റെ അടുത്താണ്. അപ്പോൾ കുക്കു നമ്മൾ സെറ്റാണ് ഓൾറെഡി. കൊച്ചിയിൽ ഇറങ്ങാൻ പോവാണ്. കൊച്ചി എറണാകുളം കൊച്ചി. അതെ, കൊച്ചി നമ്മള് വലിയ ആള്. അപ്പോൾ നമ്മളിതാ കുക്കുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കുക്കുവിൻ്റെ ഫ്ലാറ്റ് വരുന്നത്. മാളു കാര്യമായിട്ട് വീട്ടിൽ എടുക്കുന്നുണ്ട്. ചുമ്മാ അതാണ്. ബിക്കോസ് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇടാൻ വേറെ അങ്ങനെയൊക്കെ. ബട്ട് ഒന്നും നടന്നില്ല. ഷോർട്സ് ഇടാൻ വേറെ. മീൻസ് എല്ലാവർക്കും മടി തന്നെ ബേസിക്കലി. ഓക്കെ, അപ്പോൾ എന്താ കുക്കു ഈസ് ഹിയർ. ആ ദൂരെ നടന്നു വരുന്നതാണ് കുക്കു. ഇതാണ് നമ്മുടെ കുക്കു. അപ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് റൂമിലേക്ക് എല്ലാം വരും കേട്ടോ. ഇവളിപ്പോ വല്ലാണ്ട് അന്നത്തേലും എല്ലാം ലാസ്റ്റ് വർക്കിൽ ഒന്നാം തന്നെ നേടിയ കുക്കുവിന് നമ്മൾ അവാർഡ് കൊടുത്തിരിക്കും. അടുത്ത മുട്ട ഓള് പറയുന്നത് ഭയങ്കര വേറെല്ലാണ്, പക്ഷെ നമുക്കറിയാം മത്സ്യവർക്കല് മുട്ടയവർക്കലെല്ലാം. നമ്മൾ വണ്ടി വെച്ച് അൽത്താസയിൽ ഡ്രൈവർ കുക്കു ഈസ് അവർ ഡ്രൈവർ. അപ്പോൾ നമ്മൾ അൽത്താസയിൽ വന്നിട്ടുള്ളത്. നമ്മളിവിടെ നിന്ന് ഷവർമ്മ ട്രൈ ചെയ്യും. ഇവിടുത്തെ ഷവർമ്മ ഭയങ്കര 10-16 ഷവർമ്മ ഭയങ്കര ഫേമസ് ആണെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. ലെറ്റ്സി കഴിച്ചു അഭിപ്രായം പറയാം. നല്ല അഭിപ്രായം പറയാവുള്ളൂ കേട്ടോ. നല്ലതേ പറയുന്നത് അൽത്താസ ആരെങ്കിലും അത് ചീത്ത പറഞ്ഞാലും അതൊന്നും എക്സ്പ്രഷൻ ചെയ്യുക. അതെന്താ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ 4 വെച്ച് ഇങ്ങനെ കൂട്ടിമുട്ടിക്കല് ചെയ്യൂ. ഇതിലേതാടാ പനീർ? എന്നെ കണ്ടിട്ട് ഒരു വെജിനെ പോലെ തോന്നിയെന്നൊന്നും. വെജ് പനീർ ഷവർമ്മ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഷവർമ്മ എല്ലാം നല്ലതായിരുന്നു, ബട്ട് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത് പനീറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി
നമ്മൾ അവിടെ ഒരു പള്ളിയിലേക്ക് പോകുമ്പോഴേ നമ്മൾ നല്ല ഡെക്കറേഷനൊക്കെ കണ്ട് അവിടെ കയറാൻ പോയതാണേ. നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മൾ എത്തുന്നതിന് അവരെന്ത് ചെയ്തു, ലൈറ്റ് നമ്മൾ കാല് വെക്കുന്നിടത്തൊക്കെ അവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഒരു എന്താ പറയുക, യോഗം ഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പോകുന്നിടത്തു നിന്നൊക്കെ ലൈറ്റ് അവർ ഓഫ് ചെയ്യാൻ. ഇത് നമ്മൾ ദൂരെ നിന്ന് എടുക്കുന്നതാണ്. നമ്മളിവിടെ അടുത്തെത്തുമ്പോഴേക്കും എന്താവും, ഇതും ഓഫാവും. അവരെന്തോ ഒരു വലിയൊരു കാസിൽ പോയ ഒരു അനുഭവം. ഓക്കെ, അപ്പം അന്നത്തെ ദിവസം അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ നെക്സ്റ്റ് ഡേ വീണ്ടും അന്നത്തെ ദിവസം കുക്കുവിന് ജോലിയുണ്ട്. സോ നമ്മൾ 3 പേരും കൂടെ ഷോപ്പിംഗ് മാൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമുക്കങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വെസ്റ്റ് സൈഡിലേക്ക് പോകാം. വെസ്റ്റ് സൈഡിൽ കൊച്ചിയിലുള്ള കളക്ഷൻ നമ്മുടെ കോഴിക്കോടുള്ളതിനേക്കാളും കുറച്ചും കൂടെ നല്ല വൈഡ് റേഞ്ച് ഉണ്ടാവും. പിന്നെ വെസ്റ്റ് സൈഡ് യൂഷ്വലി നല്ല അടിപൊളിയാണ്. ഡ്രസ്സിന് റേറ്റ് അത്ര അടിപൊളിയല്ല, ബട്ട് സ്റ്റിൽ നല്ല വെറൈറ്റി നല്ല നല്ല സാധനങ്ങൾ കിട്ടും. റേറ്റ് അങ്ങനെ ഭയങ്കര ഇതല്ല, എന്നാലും ഓക്കെയാണ്. ബട്ട് നല്ല ക്വാളിറ്റിയും നല്ല നല്ല ഫീച്ചേഴ്സ്, നല്ല പുതിയ പുതിയ ഐറ്റംസൊക്കെ നമുക്ക് വെസ്റ്റ് സൈഡിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളന്ന് ഒരുപാട് ടൈം വെസ്റ്റ് സൈഡിലാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ മിറർ വന്നപ്പം നമ്മൾ കുറച്ച് ഷോ ഓഫ് ഇട്ടതാണ്. ഡ്രസ്സിൻ്റെ ഫുൾ ലുക്കൊക്കെ കിട്ടുമ്പം ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ 2 പേരുടെ ഷോ ഓഫ്, അത് കഴിഞ്ഞ് എൻ്റെ ഒറ്റക്കുള്ള ഷോ ഓഫ്, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഞാൻ ഡ്രസ്സ് അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ കുറച്ച് മുന്നേ എടുത്തതാണ്. അപ്പോൾ പിന്നെ അതിൽ കളക്ഷൻ നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ആക്ച്വലി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഡ്രസ്സിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായി. ഓക്കെ, ബട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൽ കുറേ അധികം കറങ്ങി. അവിടുത്തെ എത്നിക് വെയർസും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ എത്നിക്കിൽ വരും. എത്നിക്കിൽ തന്നെ ഭയങ്കര വെറൈറ്റി ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ കൊച്ചിയിലുള്ള വെസ്റ്റ് സൈഡ് പ്രത്യേകിച്ച് ഒരുപാട് കളക്ഷൻ ഉണ്ട്. കോഴിക്കോട് ഉണ്ട്, ബട്ട് എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണ് കോഴിക്കോടുള്ളതിനെക്കാട്ടും ഒരുപാട് കളക്ഷൻസ് ഉള്ളത്. അതിൽ ഈ ഒരു കോട്ട് സെറ്റ് ലിനൻ പോലത്തെ ഒരു ക്ലോത്തിൽ വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാനിത് ഇട്ടിട്ട് കുറേ ഷോ ഓഫൊക്കെ നടത്തി. എന്നിട്ട് ഞാൻ എല്ലായിടത്തും വാങ്ങിച്ചു. എല്ലാവരും വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ എൻ്റെ മൈൻഡ് കുറച്ച് അധികം ചിന്തിക്കും, ഇതൊരു നോർമൽ ക്ലോത്ത് അല്ലേ, എനിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൂടെ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനത് അവിടെ ഇട്ടു. ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു. നെക്സ്റ്റ് ഫേവറേറ്റ് ഡ്രസ്സസ് ദിസ്. അതിൽ നിന്നും കുറച്ച് ഷോ ഓഫ്, ബട്ട് നാട്ടിലൊന്നും ഇടാൻ പറ്റുന്നൊരു ടൈപ്പല്ല, ബാക്ക്ലെസ് ആണത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ താൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആക്ച്വലി നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് കുറച്ച് റിവ്യൂസൊക്കെ എടുത്തിട്ട് പോയതാണ്. അവിടെ മൊറോക്കൻ ഷവായി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു അടിപൊളി ഡിഷ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ കാണിച്ചു പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ്. അടിപൊളി, എല്ലാം നല്ലതായിരുന്നു. ചില്ലി ചിക്കൻ ഗ്രേവി, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു. മന്തി അതൊക്കെ തന്നെ. അപ്പോൾ അത്രയും നമ്മൾ കുറച്ച് കഴിച്ചു, ബാക്കി നമ്മൾ പാക്ക് ചെയ്തു. പിന്നെ വൈകുന്നേരം ഒന്നും കഴിക്കണ്ടല്ലോ. പിന്നെ കുക്കുവിൻ്റെ ഫ്ലാറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കുക്കും ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കഫേ ആ റെസ്റ്റോറൻറ്റ് നമുക്ക് അടുത്ത റൂമെന്ന് നമ്മൾ എന്നിട്ട് റൂം പോയി കുറച്ച് റെസ്റ്റ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ലുലുവിൽ പോയി. അവിടെ കുക്കു എത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ചില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള പാതിരാത്രിയുള്ള ചില്ലിങ്ങാണ് ഇത് കാണുന്നത്. അത് എനിക്ക് തോന്നിയിട്ട് 3 മണി 2 മണി നീണ്ടു നിന്നായിരുന്നു. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ കുക്ക് ഓഫായിരുന്നു. നെക്സ്റ്റ് ഡേ നേരെ നമ്മൾ മിനിസോയിലേക്കാണ് വിട്ടത്. മിനിസോൻ്റെ എല്ലാവിടെയും ഉണ്ട് മിനിസോ. നമ്മൾ കോഴിക്കോടുണ്ട്. ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ മോളിലൊക്കെ ഉണ്ടാവും സ്റ്റോർ. ഇപ്പോൾ ഇത് അതിൻ്റെ സെപ്പറേറ്റ് ഒരു സ്റ്റോറാണ്. ആക്ച്വലി അവിടെ നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ കിട്ടും. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. മോസ്റ്റ്ലി ഗേളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻലി അവിടെ ഉള്ളത്. ഗ്ലാസസൊക്കെ റീസണബിൾ റേറ്റിലാണ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. കോഴിക്കോട് വൈൽഡ് ഡ്രൈവർ കുക്കു ഇസ് ദേർ. കുക്കു സേ ഹായ്. സാരമല്ല, എന്റെ ഡ്രൈവിംഗ് കാണുന്ന വിഷയമാണ്. നമ്മളിപ്പോ ഉള്ളത് ഇതിലാണ്.
കഴിഞ്ഞ ആർക്കൊക്കെ തല ചുറ്റുന്നുണ്ട് ശീല കഴിഞ്ഞ കേട്ടോ ഓണെന്തത് ഇനിയും പോയാ സ്ഥലത്ത് ഒരു നാട് കാണാം നമുക്ക് നാട് കാണാം സ്റ്റോർ ഒരുപാടുന്ന ലിപ്സ്റ്റിക്കും പൗഡറും എല്ലാം ഇടുന്നുണ്ട് ഓ ഒന്നും ഒഴിവാക്കുന്നില്ല എല്ലാം ഒന്ന് ട്രൈ ചെയ്യും അപ്പോൾ ആടെ ഫുൾ കറങ്ങലായിരുന്നു. അപ്പോൾ പിറ്റത്തെ ദിവസം നമ്മൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കുക്കുവിൻ്റെ അടുത്ത് ഉണ്ടാക്കി നമ്മൾ പോകുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ താലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കുറച്ച് നമുക്ക് അടുത്താണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. നമ്മൾ പിന്നെ തലേ ദിവസം നമ്മൾ ഏതൊക്കെയോ മാളിലൊക്കെ പോയിട്ടുണ്ടായി. പിന്നെ ഫോർട്ട് കൊച്ചിയൊക്കെ കറങ്ങുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് മട്ടായിരുന്നു, ചൂടും ഒക്കെ കണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സ്റ്റേഷൻ്റെ അടുത്താണല്ലോ പോത്തീസ്, അവിടെയും കുറേ നേരം കറങ്ങി. അങ്ങനെ നമ്മൾ ടൈം ആയപ്പോഴാണ് നമ്മൾ സ്റ്റേഷനിലെത്തുന്നത് കേട്ടോ. അത്ര ഉണ്ടാവും പല്ലെല്ലാം കാണിച്ച് ചിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മളെ പല്ല് കാണിച്ച് തിരിച്ച് കാണുന്നില്ല. പല്ല് തേക്കണം അന്നേരം കുറച്ച് അവിടെ പോയിട്ട് അന്നേരം എന്നാ മാത്രം കാണും. അപ്പോൾ നമ്മുടെ 3-4 ദിവസം പരിപാടി കഴിഞ്ഞ് ബാക്കല്ല ഗോയിങ് ബാക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.